നമുക്ക് എയർ ഫ്രയറിൽ നല്ലൊരു ചിക്കൻ തന്തൂരി ഉണ്ടാക്കിയാലോ? അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കട്ടിയുള്ള തൈരുണ്ടല്ലോ, പുളി കുറഞ്ഞ കട്ടിയുള്ള തൈര് അതെടുക്കണം. അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കസൂരി മേത്തി 2 നുള്ള്. ഓക്കെ, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരു വിനീഗറോ ചേർക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വലിയ കഷ്ണവും ചെറിയ കഷ്ണവും എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കഷ്ണത്തെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്, കാരണം മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കുന്ന വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നല്ല തേച്ച് പിടിപ്പിച്ച് ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് നമ്മുടെ എയർ ഫ്രയറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എയർ ഫ്രയറിലേക്ക് 2 ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്നൊരു എണ്ണ സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ വല്ലാതെ ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ചിക്കൻ വേകാനായിട്ട് 200 ഡിഗ്രിയിൽ ആദ്യം ഒരു 12 മിനിറ്റ് വെക്കുന്നുണ്ട്. നോർമലിൽ ഒരു 180 ഡിഗ്രിയിൽ 18 to 21 മിനിറ്റ് മതി ടോട്ടൽ വേകാനായിട്ട്. ഇതിപ്പോൾ ഇച്ചിരി വലിയ കഷ്ണം ഉള്ളത് കൊണ്ട് ഞാനൊരു 12 മിനിറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായിട്ട് നമുക്കൊരു സിഗ്നൽ തരും, ടൈം കവറായി എന്നുള്ളതിൻ്റെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് പിന്നെ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട, തന്നെ ഓഫ് ആയിക്കോളൂ. അപ്പോൾ 12 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം ചിക്കൻ്റെ അവസ്ഥ എന്തായെന്ന്. ഇനി നമുക്ക് അതിന് ശേഷം കുറച്ച് സമയം കൂടെ വെക്കണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാവേ. ഓക്കെ, അപ്പോഴത്തെ ഏകദേശം 12 മിനിറ്റ് കഴിഞ്ഞു, അത് ഓഫായി. ഇനി ഞാൻ തുറന്ന് നോക്കട്ടെ എന്തായിന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ തന്തൂരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ മോളൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ അകമൊക്കെ നല്ല ജ്യൂസിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എനിക്ക് തൊട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു വേവ് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റും കൂടി വെക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ 17 മിനിറ്റാണ് ഒരു സൈഡ് വേകാനായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ നോക്കിയാൽ 17 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടി വെക്കണം. അപ്പം തിരിച്ചിട്ടതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സിഗ്നൽ തന്നെ ഓഫായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ 27 മിനിറ്റ് എടുത്തത് മൊത്തം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. ആദ്യത്തെ 17 പിന്നെ 10. എനിക്ക് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അകമൊക്കെ നല്ല ജ്യൂസിയാണ്. പിന്നെ അതുപോലെ തന്നെ പുറമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ.